ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായി കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ ന്യൂ ഇയറും തിരുവാതിരയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ കുക്കിംഗ് വീഡിയോയിലേക്ക് പതുക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു വറുത്ത് വെച്ചിട്ടുള്ളൊരു മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ആവോലി എന്ന് പറഞ്ഞൊരു വെള്ള ആവോലി മീനാണ് കിട്ടിയേക്കണേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ രീതിയിൽ വെച്ചത് ഞാൻ കാണിച്ചു തരാവേ. അതിൽ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 പിടി ചെറിയ ഉള്ളിയില്ലേ, അതെടുത്തിട്ടുണ്ട്. 2-3 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്. പിന്നെ കുരുമുളക്, മുഴുവനോടെയുള്ള കുരുമുളക് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കണം. അപ്പോൾ പച്ചമുളക് ഇപ്പോഴേ അരച്ച് കഴിഞ്ഞൊരു കയ്പ്പ് വരും. അപ്പോൾ ഉള്ളിയൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് പച്ചമുളക് ഒന്ന് ചതച്ച് ഇതിൻ്റെ കൂട്ടത്തിലെടുത്താൽ മതി. എടുത്തേക്കും കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചേക്കണതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ കഴുകി വെച്ചേക്കുന്ന മീനും കൂടി ഇട്ടിട്ട് നല്ലോണം പുരട്ടി തട്ടിപ്പൊത്തി വെച്ചൊരു 10 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രേവിയുടെ ഇതൊക്കെ കയറിക്കോളും. ആവോലി എന്ന് പറയുമ്പം പെട്ടെന്ന് വേകണ മീനാണല്ലോ, നല്ല മാംസമുള്ള മീനുമാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ ഇതിന് മുമ്പും നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ വറുത്ത് വെച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ. അപ്പോൾ ഇതിങ്ങനെ പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതങ്ങ് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കും. കുറച്ച് കറിവേപ്പിലയും പൊടി ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചോളും. പിന്നെ ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ 2-3 കടുക് ഇട്ടാലുണ്ടല്ലോ, ഇത് ശരിക്കും ഇങ്ങനെ പെട്ടെന്ന് അടി പിടിക്കാതെ നമുക്ക് വറുത്തെടുക്കാം. ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടി പിടിക്കില്ലേ, ഞാൻ പെട്ടെന്ന് മറിച്ചിടാൻ പറ്റും. അധികം മൂക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ നിരത്തി വെച്ച് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ച മീൻകറിയാണ്. പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ചരിച്ച് വെച്ച് എല്ലായിടത്തും ഒന്ന് മൂത്ത് കിട്ടണമല്ലോ. അപ്പോൾ ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. പതുക്കെ ഒന്ന് മറിച്ചിടണം. പെട്ടെന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അധികം കനമില്ലാത്ത മീനാണല്ലോ, പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇതിനൊട്ടും വേവില്ലാത്ത മീനാണ്, അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇതുപോലെ മറിച്ചിട്ടിട്ട് പെട്ടെന്ന് വാങ്ങും. അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് ഞാനിത് വറുത്തെടുത്തേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. ആവോലി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട്, അപ്പോൾ ഇന്ന് മീൻ വാങ്ങിച്ചപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അധികം മുള്ളില്ലാത്തൊരു മീനത്. വലിയ മുള്ളൊന്നും ഇതിനകത്തില്ല. പക്ഷേ ചോറിനൊന്നും ഒരു കൂട്ടില്ല. ചപ്പാത്തി ദോശയുടെ ഒക്കെ കൂടെയൊക്കെ പിള്ളേർ ഈ മീൻകറിയൊക്കെ കൂട്ടുന്നു. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ കഴിച്ചോട്ടെ. ഇത് നല്ല ചൂട് ചോറും മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല, വേറെ കറിയൊന്നും വേണ്ട, അത്രയ്ക്ക് നല്ലൊരു കറി കേട്ടോ. നല്ലൊരു മീനും പറ്റിയത് കിട്ടി. ഭയങ്കര വിലയാണ് മീനൊക്കെ ഇവിടെ. അപ്പോൾ അത് രണ്ടും കോരിയെടുത്തതിന് ശേഷം ഈ എണ്ണ കളയണ്ട. ഈ എണ്ണയിലെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാനൊരു തക്കാളി അടിച്ചു വച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം തക്കാളി നന്നായിട്ട് മുരിഞ്ഞ് വരണം. അതിൻ്റെ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം. ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. തക്കാളി ആണ് എൻ്റെ സ്പെഷ്യൽ. പിന്നെ ഒരു കഷ്ണം കുടംപുളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുളിക്ക് പോരെങ്കിൽ അതിടാമല്ലോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ഒരു കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒരു ഇച്ചിരി
മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, ഇതൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു കളറ് കിട്ടാൻ വേണ്ടി ചെയ്തേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നല്ല കട്ടിപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇനിയിപ്പോൾ രണ്ടാമത് ഇടുണ്ടല്ലോ, അപ്പോൾ ഈ പാലും കൂടി ഒഴിച്ചിട്ട് ഈ മീനൊക്കെ എടുത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. അധികം വേവണ്ട, വെന്ത മീനാണ് വറുത്തത്. പിന്നെ ഒരു ഇച്ചിരി വെള്ളം ഞാൻ ജാറ് കഴുകി വെള്ളം ഇച്ചിരി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് തിളയ്ക്കാൻ നിൽക്കണ്ട. ഈ മീനൊക്കെ പെറുക്കി ഇട്ടിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കറി റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറി കേട്ടോ. അധികം വേവില്ലാത്ത മീനാണ്. മീൻ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ കാലത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു ടേസ്റ്റുള്ളൊരു കറി കേട്ടോ. ചൂടോടെ കഴിക്കാതെ പിറ്റേ ദിവസം കഴിക്കാൻ ഏറ്റവും നല്ല രുചി കേട്ടോ. പിറ്റേ ദിവസത്തേക്കൊന്നും ഇരിക്കില്ലല്ലോ, മീൻകറി ആകുമ്പോൾ എല്ലാവരും നന്നായിട്ട് കൂട്ടൂലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തോളൂ. അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരാം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു ഹൈപ്പും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.